ഹലോ, സുബിയാണേ. അപ്പൊ ദേ മണർകാട് ദേവീക്ഷേത്രത്തിലാണ് ഞാൻ നിൽക്കുന്നത്. ഇന്ന് നമ്മുടെ പള്ളിപ്പാന എന്ന് പറഞ്ഞ മഹാകർമ്മത്തിന്റെ അവസാന ദിവസമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഒരുപാട് ഭക്തജനങ്ങൾ എത്തിച്ചേർന്നിട്ടുണ്ട്. നമ്മൾ ക്യൂ നിന്ന് അകത്ത് കയറി ദേവിയെ തൊഴേണ്ട ഒരു ഇതാണ് കേട്ടോ. അതുപോലെ ഒരുപാട് ഭക്തജനങ്ങൾ വന്നിട്ടുണ്ട് കേട്ടോ. അവസാന ദിവസം ആയതുകൊണ്ട് തന്നെ അങ്ങനെ നമ്മൾ എന്ത് ചെയ്യും, ദേവീനെയൊക്കെ പ്രാർത്ഥിച്ചിട്ട് നേരെ വെളിയിൽ ഇറങ്ങുമ്പോഴത്തേനും വാതുക്കൽ ഓതി ഒഴിക്കാനായിട്ട് ആൾക്കാർ നിൽപ്പുണ്ട് കേട്ടോ. കുറേ പേരുണ്ട്. നമ്മൾ അതിൽ റെസിപ്റ്റ് എടുത്തിട്ട് ചെന്ന് ഞാനും പോയി നിന്ന് ഓതി ഒഴിച്ചു. അത് നല്ലൊരു ഇതാട്ടോ. നമ്മുടെ ദേഹത്തോട് എന്തോ കുളിര് കയറി പോകുന്ന പോലെയൊക്കെ നമുക്കൊരു പ്രത്യേക ഒരു അനുഭൂതി ഉണ്ടാവും കേട്ടോ ഊതി ഒഴിക്കുമ്പോൾ. അത് നല്ലൊരു ചടങ്ങായിരുന്നു. അങ്ങനെ അതിനുശേഷം നമ്മൾ നേരെ പോയത് പള്ളിപ്പാന നടക്കുന്ന സ്ഥലത്തേക്കാണ്. അത് നമ്മൾ അമ്പലത്തിന് വെളിയിലാണ് കേട്ടോ, പ്രത്യേകമായിട്ടാണ് ചെയ്യുന്നത്. അവിടെ പോയി നമ്മളത് പ്രാർത്ഥിച്ചു. നമുക്ക് അവർ പറയുന്ന പ്രത്യേക സമയത്ത് നമുക്ക് കയറി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യായിരുന്നു. അതിനുശേഷം ഇതെന്ന് പറയുന്നത് കൂമ്പ് ബലിക്ക് വേണ്ടിയിട്ട് കവുങ്ങ് നാട്ടിയ ചടങ്ങും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഇത്. ചെറിയ ഭക്തജനങ്ങളുണ്ട് കേട്ടോ. 22 വർഷം കൂടി നടന്നതുകൊണ്ട് തന്നെ ഇത് കാണാനും ഇതിന്റെ അനുഭവങ്ങൾ അറിയാനും ഒക്കെ ഒരുപാട് പേര് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഇവിടെയാണ് നടക്കുന്നത്. നമ്മൾ അകത്തുനിന്ന് ശ്രീകോവിലിന്റെ അവിടുന്ന് ദേവിയുടെ തിടമ്പ് എഴുന്നള്ളിച്ച് ഇവിടെ കൊണ്ടുവന്ന ശേഷമാണ് കേട്ടോ വെളിപ്പണ കർമ്മം നടക്കുന്നത്. അപ്പം അത് നമുക്ക് ദേവിനെ തൊഴുത് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യാം. അങ്ങനെ ഇവിടെ പള്ളിപ്പാന നേരത്തെ നടന്നതിന്റെ കുറെ ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ നമുക്ക് അറിയാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ വീഡിയോസ് ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഇനി വേറെ വീഡിയോ ആയിട്ട് വരാം. ബൈ.